നിങ്ങൾ ഇന്ന് എവിടെയാണ്? ബൊട്ടാണിക്കൽ ഗാർഡൻ കൊട്ടാരക്കര അല്ലേ? വാളകം. ഗ്രീൻ വാലി ബൊട്ടാണിക്കൽ ഗാർഡൻ വാളകം. അവിടെയാണ് എന്തിനാ വന്നേ? ഞങ്ങൾ വന്നത് എല്ലാം നോക്കി കാണാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കും. ഇപ്പം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്താണ്, വിയറ്റ്നാം പേരയ്ക്ക എടുക്കാൻ. ചെടിയുണ്ടോ ഒരുപാട്? വലിയ ഗാർഡൻ. മാവിൻ്റെ കളക്ഷൻ ഒരുപാടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം 2 മാവ് ഉള്ളത് കൊണ്ട് തൽക്കാലം മാവ് എടുക്കുന്നില്ല. ഒരു പേരയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തെങ്ങ് നമ്മൾ നോക്കുന്നുണ്ട് എടുക്കാനായിട്ട്. പിന്നെ എന്തോ എടുക്കാനാ? പിന്നെ കറിവേപ്പില എടുക്കുന്നു. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില എടുക്കും. കുരുമുളകിൻ്റെ തൈ ഉണ്ടെങ്കിൽ അതെടുക്കണം. വേറെ ഒന്നും ഞാൻ കണ്ടില്ല ഇവിടെ. നോക്കണം. കറിവേപ്പില പോയത്. കറിവേപ്പില ഹാസ് പോയി. തീർന്നോ? എന്ത് പോവാ? ഇൻറ്റീരിയർ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒത്തിരി നല്ല പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. ആന്തൂറിയം ഉണ്ടായിരുന്നു. ഒത്തിരി നമുക്ക് പേരറിയാത്ത ഒത്തിരി പൂച്ചെടികളുണ്ടായിരുന്നു. പിന്നെ ബോഗൈൻവില്ല എല്ലാ കളറും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ അത് കൂടുതൽ നോക്കി നിന്ന് സമയം കളയണ്ടെന്ന് കരുതി. പിന്നെ അടിപൊളി റോസാപ്പൂവൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഏത് തെങ്ങ നോക്കുന്നത്? മലേഷ്യൻ ഗ്രീൻ. ഇതിനെക്കുറിച്ച് അറിഞ്ഞൂടാ. പിന്നെ രാമഗംഗ എന്ന് പേരുള്ള തെങ്ങുണ്ടായിരുന്നു. അതെടുത്തില്ല. 450 രൂപയായിരുന്നു. അതൊരിക്കൽ ഇവിടെ വാങ്ങി വെച്ചപ്പോഴത്തേക്കും അത് വണ്ടെങ്ങാണ്ട് വന്ന് ശല്യം ചെയ്ത് അത് നാശമായി. കൊട്ടാരക്കര ഒരു അമ്പലത്തിൽ പോകാൻ നേരത്താണ് നമ്മൾ ഈ ഗാർഡൻ വിസിറ്റ് ചെയ്തത്. ഹോൾസെയിലും റീറ്റെയിലായിട്ടും ചെടി എടുത്ത് പോകുന്നുണ്ട് ഇവിടെ നിന്ന്. പിന്നെ എനിക്ക് തോന്നുന്നു കുറ്റിയാടി എന്ന് പറയുന്ന ഒരു തൈ ഉണ്ടായിരുന്നു. അത് കാണുമ്പം അതിൻ്റെ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് നല്ലതായിട്ട് തോന്നും, വാങ്ങിക്കാനൊക്കെ തോന്നും. ഒരു ബ്ലാക്ക് കളറായിരുന്നു അതിൻ്റെ തേങ്ങയുടെ ഫോട്ടോ. അപ്പോൾ അങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോഴാണ് അത് പൊങ്ങിപ്പോകുന്ന ഒരു തെങ്ങെന്ന് പറഞ്ഞറിഞ്ഞത്. പിന്നെ അതെടുത്തില്ല. ഞങ്ങൾക്കത് വീട്ടിൽ വന്നാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. പൊങ്ങിപ്പോയാൽ അത് പറിച്ചെടുക്കാൻ ഒക്കത്തില്ലല്ലോ, ആ ഒരു ബുദ്ധിമുട്ട്. എന്തായാലും നല്ല തെങ്ങിൻ തൈയുടെ കളക്ഷൻ ഉള്ളിടത്തു നിന്ന് തന്നെ സെലക്ട് ചെയ്ത് ഗംഗാ ബോണ്ടത്തിൻ്റെ ഒരു തെങ്ങിൻ തൈ ഇങ്ങ് കൊണ്ടുപോകുന്നു. ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാതരം മെറ്റീരിയൽസും അവിടെ അവൈലബിൾ ആയിരുന്നു. സ്റ്റോൺസ്, സ്ലാബ്, അതുപോലെ പലതരത്തിലുള്ള പല ഭംഗിയിലുള്ള ചെടിച്ചട്ടികൾ എല്ലാം പെബിൾസാണ് ഈ കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം അവിടെ അവൈലബിൾ ആയിരുന്നു. ഒട്ടും സമയം കളയാതെ അവിടെ നിന്ന് ഇറങ്ങി നേരെ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലോട്ടാണ് പോയത്. അവിടെ ചെന്ന് ഫോട്ടോസും ഒക്കെ എടുത്തു. ആ ഫോട്ടോസ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുകയാണ്. വീഡിയോ ഒന്നും എടുത്തില്ല, വീഡിയോ എടുക്കാൻ പ്ലാൻ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. See you.